പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വാഗതം. ഈ ചിത്രം എൻ്റെ വീടിനടുത്തുള്ള ഒരു സ്ഥലത്തെയാണ്. ഞാനും മോളും കൂടി നടക്കാൻ പോകുന്ന സ്ഥലത്ത് ചെറിയ ഒരു ഷെഡുണ്ട്. അതായത് കൃഷി സ്ഥലത്തിനടുത്തുള്ള ചെറിയൊരു ഷെഡ്. അതിന് ചുറ്റും മരങ്ങളുണ്ട്, പുല്ലുണ്ട്. അല്പമെല്ലാം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ചില ഭാഗങ്ങൾ. എന്നാൽ പുറകിലുള്ള മരങ്ങളെല്ലാം അതുപോലെ തന്നെയുണ്ട്. ഞാനിവിടെ വരയ്ക്കുന്നത് സാധാരണ നമ്മൾ പെയിൻറ് ചെയ്യുന്ന രീതിയിലല്ല. അതായത് കളറുകൾ അങ്ങനെയല്ല, കുറച്ചൊന്ന് വ്യത്യസ്തമാണ്. ബ്രൗണ്, റെഡ് ആൻഡ് ഗ്രീന് തുടങ്ങിയ നിറങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ബ്ലൂവുമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ലെമൺ യെല്ലോ കൊണ്ടാണ് ആ ഒരു കല്ലിൻ്റെ ഭാഗം വരച്ചത്. ഇത് കരിങ്കല്ല് കൊണ്ട് പടുത്ത് ഉണ്ടാക്കിയ ഒരു ചെറിയ ഷെഡാണ്. വെളിച്ചം ഒരു സൈഡിൽ നിന്ന് വരുന്ന ആ ഭാഗത്താണ് ആദ്യം ഞാൻ യെല്ലോ ചെയ്തത്. അതിൻ്റെ എതിർവശത്ത്, അതായത് നിഴൽ വരുന്ന ഭാഗത്തെ വയലറ്റും ബേൺസിനെയുമാണ് ചെയ്യുന്നത്. ആദ്യം വയലറ്റ് കൊണ്ട് തുടങ്ങി പിന്നെ അതിൽ കുറച്ച് ബ്രൗൺ ചേർത്ത് ഇതുപോലെ വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് നിഴലിൻ്റെ ഒരു എഫക്റ്റാണ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അവിടെ ഉണങ്ങിയ പുല്ലുകളെല്ലാം ഉണ്ട്, അതിൻ്റെ മുകളിലെല്ലാം വെളിച്ചം വീഴുന്നുണ്ട്. അതെല്ലാം നമ്മൾ വരച്ച് കാണിക്കുന്നുണ്ട്. അവിടെ നെഗറ്റീവ് പെയിൻറ്റിംഗ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പുല്ലിൻ്റെ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ വൈറ്റാണ്, വെളിച്ചം വീഴുന്ന ഭാഗം വൈറ്റായി കാണിക്കുന്നു. ഇനി അതേ സൈഡിൽ വരുന്ന ആ ഒരു വാതിൽ, ബ്ലൂ കളറിലുള്ള ഒരു വാതിലുണ്ട് അതിന്, അതായത് വെളിച്ചം വീഴുന്ന ആ ഭാഗത്ത് വരുന്നത്. അപ്പോൾ അവിടെ ബ്ലൂ നിറം ചേർത്തു. കുറച്ചൊന്ന് കുഴിഞ്ഞ് ഉള്ളിലേക്ക് നിൽക്കുന്ന ഒരു ഭാഗമാണത്. അതിനുശേഷം മുകളിലുള്ള കുറച്ച് ഇഷ്ടികളെല്ലാമുള്ള ഒരു പടവൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. അവിടെ കുറച്ച് റെഡ്, ക്രിംസൺ റെഡും സ്കാർലറ്റും കുറച്ച് ബേൺസീനയും ചേർത്ത് കുറച്ച് ഡാർക്കും ലൈറ്റുമായ റെഡും ബ്രൗണും എല്ലാം ചേർത്താണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ നിറങ്ങളെല്ലാം അല്പം വ്യത്യസ്തമാണ്. സാധാരണ ഞാൻ ചെയ്യുന്ന തരത്തിലുള്ള നിറങ്ങളല്ല. അപ്പോൾ ഒരു ചിത്രത്തെ നമുക്ക് പല രീതിയിൽ കാണാം. അവിടെയുള്ള നിറങ്ങൾ എന്തെല്ലാമാണോ അത് തന്നെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളുടേതായ നിറങ്ങൾ നമുക്ക് മാറ്റി ഉണ്ടാക്കി നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അതെല്ലാം നമ്മളുടെ സൗകര്യമാണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ അല്പം യെല്ലോ ഓക്കറാണ് ചേർക്കുന്നത്. കുറച്ച് ബേൺസീനയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു സൺസെറ്റ് ഫീൽ ഉണ്ടാക്കിയെടുക്കുകയും വേണം, എന്നാൽ ഹൈലൈറ്റ് ഉണ്ടാവുകയും വേണം. അതാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന മോബ് ബ്രഷാണ്. ഈ ബ്രഷിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ നിങ്ങൾ വാങ്ങുക. തുടക്കക്കാർക്ക് ഈ ബ്രഷിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ നേരിട്ട് കണ്ടോ, ഞാൻ അവിടെ കുറച്ച് വൈറ്റ് വിട്ട് നിർത്തിയിരുന്നു. അവിടെ ആ ഭാഗത്താണ് ഇപ്പോൾ മരം വരയ്ക്കുന്നത്. ഇപ്പോൾ വളരെ ബോൾഡ് സ്ട്രോക്കുകളാണ് ഉപയോഗിക്കുന്നത്. വളരെ ബോൾഡായ സ്ട്രോക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ മോബ് ബ്രഷാണ്. ഇത് ബ്ലൂവും റെഡ് ആൻഡ് ഗ്രീനും മിക്സ് ചെയ്തതാണ്. പ്രഷ്യൻ ബ്ലൂ ഉണ്ട്, കൊബാൾട്ട് ബ്ലൂ ഉണ്ട്. ഞാനിവിടെ പാലറ്റ് കാണിക്കുന്നില്ല, കാരണം ഇത് കുറച്ചൊന്ന് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ പാലറ്റ് ഇവിടെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തതല്ല, ക്ലാസ്സിന് വേണ്ടി ചെയ്തതാണ്. കുറച്ചൊന്ന് ഡെപ്തുള്ള കളറാണ് ഉപയോഗിച്ചത്. കണ്ടോ, ഡാർക്ക് ബ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. അല്പം ഗ്രീൻ കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന ബ്രഷ് റിഗർ ബ്രഷാണ്. തുടക്കക്കാർക്ക് ഇതുണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ചെറിയ ബ്രഷിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിന് പകരം നമുക്ക് ഏത് ബ്രഷ് ഉപയോഗിക്കാം? നമുക്ക് ലൈനർ ബ്രഷും ഉപയോഗിക്കാം. മ്യൂറൽ പെയിൻറ്റിംഗ് എല്ലാം ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന ലൈനർ ബ്രഷും നമുക്ക് ഉപയോഗിക്കാം. ആ ബിൽഡിങ്ങിൻ്റെ പുറകുവശത്തുള്ള ആ ഒരു മരത്തിനാണ് വരച്ചത്. മരത്തിന് ഈ നിറമുണ്ടാകുമോ എന്ന് ചോദിക്കരുത്, കാരണം ഇത് ഞാൻ സെലക്ട് ചെയ്ത ഒരു വ്യത്യസ്ത നിറമാണ്. മോബ് ബ്രഷ് കൊണ്ട് അതിനെ കുറച്ചുകൂടി പരത്തുന്നു. അവിടെ കുറച്ച് വേലിക്കാലുകളെല്ലാം ഉണ്ട്. അതെല്ലാം അവിടെ നിർത്തിയാണ് ചെയ്യുന്നത് നെഗറ്റീവ് പെയിൻറ്റിംഗ് ആയി. നിങ്ങൾ എൻ്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ മരത്തിനെ വരച്ചു കഴിഞ്ഞു. ബ്ലൂവും അല്പം ഗ്രീനും മിക്സ് ചെയ്താണ്. അതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ ഓക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് ബ്രൗൺ മിക്സ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നു. ഇനി താഴെയുള്ള ചെടികളെല്ലാം ആ ഒരു വ്യത്യസ്ത കളർ ടോണിലാണ് ചെയ്യുന്നത്. ഗ്രീൻ അല്ല, അല്പം ബ്ലൂയിഷും എന്നാൽ കുറച്ച് ഗ്രീനും അതിൽ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു മരമുണ്ട്. ഈ പേപ്പർ ഞാൻ ക്ലിപ്പിട്ട് വെച്ചത് നിങ്ങൾ കണ്ടല്ലോ. ഈ പേപ്പറിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല, കാരണം കനമില്ലാത്ത പേപ്പറാണ്. എൻ്റെ ഡ്രോയിങ് ബുക്കാണിത്. ഇവിടെ കണ്ടോ, പുറകുവശത്തെ ഒരു ചുമര് വരയ്ക്കുന്നു, ഒരു മതിലോ ചുമരോ എല്ലാം വരയ്ക്കുന്നു. അതും ഇതുപോലെ തന്നെ കുറച്ച് ബ്രൗണും ഗ്രീനും മിക്സ് ചെയ്ത നിറമാണ്. വളരെ ബോൾഡ് സ്ട്രോക്സ് ആണ്, വളരെ സ്പീഡിൽ ചെയ്യുന്ന ഒരു വർക്കാണ്. ഈ വീഡിയോ ഈ കാണുന്ന സ്പീഡിലല്ല കേട്ടോ, ഞാൻ അല്പം സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. കാരണം ഇത് ക്ലാസ്സിൽ ചെയ്തൊരു വർക്കാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് സമയമെടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണണമെങ്കിൽ കുറേ സമയമെടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായി ചെയ്തിരിക്കുകയാണ്. ഇവിടെ കണ്ടോ,
ഓറഞ്ച്, ബ്രൗൺ തുടങ്ങിയ നിറങ്ങൾ കൊണ്ടും ആ മരം വരയ്ക്കുന്നുണ്ട്, ഗ്രീൻ കൊണ്ടും വരയ്ക്കുന്നുണ്ട്. കാരണം അവിടെ സൺസെറ്റ് നിറങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുക. നല്ല കോൺട്രാസ്റ്റ് ഉള്ള നിറങ്ങളാണ്. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഡെപ്തുള്ള ഡാർക്കുള്ള നിറങ്ങൾ ഉപയോഗിച്ചും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പെയിൻറ്റിങ്. കാരണം ഈ പേപ്പറിൽ കൂടുതൽ എനിക്ക് വെള്ളം ചേർക്കാനോ ലെയറുകളായി ചെയ്യാനോ കഴിയില്ല, അത്രയ്ക്ക് കനമേ ഇതുള്ളൂ. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്ക് പലപ്പോഴും പരീക്ഷിക്കാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പരുക്കൻ ബ്രഷ് കൊണ്ട് വളരെ സ്പീഡിൽ വളരെ പരുക്കനായി അവിടെ ചേർക്കുന്നു. വീണ്ടും അവിടെ ഡാർക്ക് നിറത്തിന് വേണ്ടി ബ്രൗൺ മിക്സ് ചെയ്ത് കുറച്ച് ചെടികളെ കൂടി വരയ്ക്കുന്നു. കണ്ടോ, ആ ബ്ലൂവിന് മുകളിൽ ബ്രൗൺ വരയ്ക്കുമ്പോൾ ഡാർക്കായി വരുന്നത് കണ്ടോ. അപ്പോൾ ഒരു വല്ലാത്തൊരു കളർ ടോണാണിത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതെല്ലാം ഉണങ്ങിയ പുല്ലാണ് വരയ്ക്കുന്നത്. ബ്രൗൺ ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒറ്റയടിക്ക് കളർ ഉപയോഗിച്ച് അവസാനിപ്പിക്കുന്ന ആ രീതി. ഇവിടെ ഒരു തിണ്ടുണ്ട്, അത് ജസ്റ്റ് ഗ്രീനും കുറച്ച് ബ്രൗണും മിക്സ് ചെയ്ത് നിറം കൊണ്ട് വരച്ചു. പിന്നെ കുറച്ച് ലെമൺ യെല്ലോ, പെർമനൻറ്റ് ഗ്രീന് തുടങ്ങിയ നിറങ്ങൾ ആ ബ്രൗണിൽ മിക്സ് ചെയ്തും ഉപയോഗിക്കുന്നുണ്ട്. ആ ബ്രൗണിൽ തന്നെ ബ്ലൂ മിക്സ് ചെയ്ത് ഡാർക്കായും ഉപയോഗിക്കുന്നു. ഒറ്റയടിക്ക് നമ്മൾ ആ ഒരു പാർട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. പരുക്കനായ ഹോഗ് ബ്രഷ് കൊണ്ടാണ് ഇവിടെ വരയ്ക്കുന്നത്. ആ പുല്ലിൻ്റെ അഗ്രത്തിലുള്ള ഭാഗം നമ്മൾ നെഗറ്റീവ് പെയിൻറ്റിങ് ചെയ്ത് നിർത്തിയ ഭാഗം നമ്മൾ ഹൈലൈറ്റായി വിടുന്നുണ്ട് അവിടെ. ആ പുല്ലിന് മുകളിൽ വെളിച്ചം വീഴുന്നൊരു എഫക്റ്റാണ്. പിന്നെ നമ്മൾ ഓറഞ്ചിലേക്ക് പോകുന്നു. കണ്ടോ, വാട്ടർ കളർ സാധാരണ ചെയ്യുന്നത് പോലെ അത്ര ട്രാൻസ്പെറൻ്റ് ആയല്ല, കുറച്ചൊന്ന് കട്ടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ പല നിറത്തിൽ നമുക്ക് ഈ ഒരു വാട്ടർ കളറിനെ സമീപിക്കാം. ഇവിടെ കുറച്ച് കട്ടില്ലായി ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഈ ബ്രഷിൽ വളരെ കുറച്ച് മാത്രമേ വെള്ളം നിൽക്കൂ. പരുക്കനാണ്, അല്പം കേടുവന്നിട്ടുണ്ട്. ആ ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് പുല്ലുകളേക്കെല്ലാം മുകളിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായി വരച്ചെടുക്കാൻ കഴിയും. റഫ് മെത്തേഡാണ്, ഡ്രൈ ബ്രഷ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഞാൻ ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽ ആയി ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര സ്പീഡ് കൂട്ടി കാണിക്കുകയാണ്. യൂട്യൂബിന് വേണ്ടി മാത്രം ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്ന, ചോദ്യങ്ങളെല്ലാം ചോദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെയിം സമയത്ത് കണ്ടിരിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം, പിന്നെ നിങ്ങൾക്കത് വരച്ച് നോക്കാം. നിഴലാണ് വരച്ചിരിക്കുന്നത് കണ്ടോ, വളരെ ബോൾഡായ നിഴലാണ് വരച്ചിരിക്കുന്നത്. ആ ബ്രഷ് ഉപയോഗിച്ച് ഒരു വയലറ്റ് നിലത്തും ആ മരത്തിൻ്റെ നിഴലാണ് വരയ്ക്കുന്നത്. എന്നാൽ മുഴുവനായി അത്രയും ചെയ്തിട്ടുമില്ല. നിലത്തുള്ള നിഴലും ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ വരുന്ന നിഴലും കണ്ടോ. അവിടെ ബിൽഡിങ്ങിൻ്റെ ചുമരിൽ വരുന്ന നിഴലും ആ ഒരു വാതിലിൻ്റെ ഭാഗത്ത് വരുന്ന നിഴലും രണ്ടും രണ്ട് തരത്തിലാണ് വരച്ചിരിക്കുന്നത്. കുറച്ചൊന്ന് മാറ്റിയാണ് വരച്ചിരിക്കുന്നത്. അതെല്ലാം നിഴലുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഡീറ്റെയിലായി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുക. ഇവിടെ കല്ലുകളെല്ലാം ഒരു വയലറ്റ് നിറം ഉപയോഗിച്ച് വരച്ചെടുക്കുന്നു. ആദ്യം നമ്മൾ യെല്ലോ കൊണ്ട് കുറച്ച് കല്ലുകളെ അവിടെ അടയാളപ്പെടുത്തിയിരുന്നു. ഇനി മറുഭാഗത്ത് ആ ഷാഡോ വരുന്ന ഭാഗത്തും അതുപോലെ തന്നെ കല്ലിനെ വരച്ചെടുക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽ ഇല്ല, കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്തു തീർക്കുന്ന ഒരു വർക്കാണിത്. പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയുന്ന തരത്തിൽ ഡ്രൈ ബ്രഷ് മെത്തേഡ് കൂടുതൽ ഉപയോഗിച്ച് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ട്രാൻസ്പെറൻസി ഉപയോഗിച്ചിരിക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ വർക്കിന് വേണ്ടി മാത്രമാണ്. ബാക്കി എല്ലാം അത്യാവശ്യം ഡ്രൈ ബ്രഷ് മെത്തേഡും പരുക്കനായ രീതിയിലും എല്ലാമാണ്. അധികം വെള്ളം ചേർക്കാതെയും. ദൂരെയുള്ള തെങ്ങാണത്, പക്ഷേ ജസ്റ്റ് ഒരു അടയാളം ഇട്ട് അതിനെ കാണിക്കുന്നു. 2 എണ്ണം ബ്രൗൺ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നിറങ്ങൾ സെലക്ട് ചെയ്യുന്ന രീതിയും ശ്രദ്ധിക്കേണ്ടതാണ്. പലതരത്തിലുള്ള കളർ കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കാം. അത് എല്ലാം ഡീറ്റെയിലായി ക്ലാസ്സിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ക്ലാസ്സിൽ ചേരുക. വളരെ സിമ്പിളായി തെങ്ങിനെയും എല്ലാം വരച്ചെടുത്തു. ദൂരെയുള്ള ഭാഗമായതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആക്കേണ്ട കാര്യമില്ല. പിന്നെ ഡാർക്ക് നിറമെടുത്ത് ആ മരത്തിൻ്റെ ചില കൊമ്പുകളും ചില്ലകളും എല്ലാം വരയ്ക്കുന്നു. അവിടെ ഓൾറെഡി ഡാർക്കാണ്, നമ്മൾ വരയ്ക്കുമ്പോൾ കാണില്ല. അപ്പോൾ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന കുറച്ച് കൊമ്പുകളെയും വരയ്ക്കുന്നു. ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്